കേറി വാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും. 3 റുപ്പികയ്ക്ക് AC പ്ലെയിനിൽ കയറി ആകാശത്തിലൂടെ കറങ്ങി ജോളിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരാം. സിനിമയിൽ ഈ ഡയലോഗ് പറയുന്ന ആരാണ്? A. മണിയമ്പിള്ള രാജു, B. ജഗദീഷ്, C. കുതിരവട്ടം പപ്പു. ആണല്ലേ? ഈ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടു കാണും അല്ലേ? എത്ര പ്രാവശ്യം കണ്ടേക്കണു? C. കുതിരവട്ടം പപ്പു ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഓക്കെ, അവിടെ കിടക്കട്ടെ. അല്ല, പറയാം, നമുക്കൊരു ഗ്യാപ്പ് വേണമല്ലോ. അപ്പൊ അതിനൊരു പാട്ട് അങ്ങോട്ട് പാട്. ആ, ഒരേ നാൾ ഉനൈ നാം നിലാവിൽ பார்த்தது ഉലാവും ഉന്നിളമൈதான் ஊஞ்சலாடுது ഒരേ നാൾ ഉനൈ നാം നിലാവിൽ பார்த்தது ഉലാവും ഉന്നിളമൈதான் ஊஞ்சலாடுது. സവാഷ് സവാഷ് സവാഷ്. അപ്പം കുതിരവട്ടം പപ്പു ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ മൊത്തം 2000 രൂപ. 2000 രൂപ. അതാണല്ലോ അതിന്റെ ഒരു ഇതങ്ങനെ വരട്ടെ. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ്, കാണാം. हमारा देश भारत हमारा എന്താടോ? അല്ല, മീനുകുട്ടി, മീനാക്ഷി, ബാങ്കർ കൃഷ്ണവൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോള് ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ഒരു ക്ലാസ്സിലുണ്ടോ? हमारा देश भारत हमारा മീനുകുട്ടി എന്നൊരു കുട്ടി. ചോദ്യം ഇതാണ്. സുധി മീനുക്കുട്ടിയെ കോളേജിലേക്ക് അന്വേഷിച്ചു പോകുന്നത് എന്തിനാണ്? A. മാല തിരിച്ചു കൊടുക്കാൻ, B. പേഴ്സ് തിരിച്ചു കൊടുക്കുവാൻ, C. കൊലുസ് തിരിച്ചു കൊടുക്കുവാൻ. ഇതെങ്ങാനും പറഞ്ഞില്ലെങ്കിൽ ഞാൻ സിനിമ കണ്ടെന്ന് പറഞ്ഞതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ദേ ഉണ്ട് എന്ന് പറയില്ലേ, അതുപോലെ കൊലുസ് തിരിച്ചു കൊടുക്കാൻ. ഞാൻ വിചാരിച്ചു എന്നെ ചവിട്ടാൻ പോവാന്ന്. അല്ല, അതിനകത്ത് ആ വിഷ്വലൊന്നും മറക്കൂല. രണ്ടാമത് ഒരു ദിവസം ചോദിക്കില്ലേ കൊലുസൊക്കെ കാലിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ദേ ഉണ്ടെന്നൊരു കറുത്ത ഷൂ ഇട്ട കാലൊന്നും മറക്കില്ല. ഓക്കെ. കൊലുസ് തിരിച്ചു കൊടുക്കാൻ അതിനെ ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അത് പൂട്ടിക്കോ, അതെനിക്ക് അറിയാം. ശരിയാണ്. ഇനി ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോകും. ഓക്കെ. മുമ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് വരുന്നത് എന്താണ്? മുമ്പോട്ട് പോകുമ്പോ പുറകോട്ട് വരുന്ന ആരാണ്? എന്താണ് മുമ്പോട്ട് പോകുമ്പോ പുറകോട്ട് വരുന്നത്? എന്താ? തോക്കാണോ? തോക്കോ? അല്ല, തോക്ക് ഇങ്ങനെ എന്താ വലിക്കുക ചെയ്യില്ലേ? തോക്ക് വലിക്കും. ഇത് മുമ്പോട്ട് പോകുമ്പോ പുറകോട്ട് പോകുന്നത് എന്താ? എനിക്കറിയായിരുന്നു. പുക. തീവണ്ടി ഓടിക്കുമ്പോ പുക. ആണോ? കാറിന്റെ പുക. ഇത് ഉണ്ടല്ലേ കയ്യില്? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത് തീരണത് വരെ ഞാൻ ഒരു 5-6 ചോദ്യം ചോദിക്കാം. ചോദിച്ചോ. ആദ്യത്തെ ചോദ്യം കേട്ടാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിന് ഇനി അടുത്ത ചോദ്യം ചോദിക്കുള്ളൂ. ഞാൻ ഓർത്തിരുന്നാ മതിയായിരുന്നു, ഞാൻ പഠിച്ചിരുന്നതാ. ഒരു ഫ്ലൈറ്റില് ഇഷ്ടിക, അതെന്ത് ഇഷ്ടിക കൊണ്ടുപോകുന്നൊന്നും ചോദിക്കരുത്. ഒരു ഫ്ലൈറ്റില് 500 ഇഷ്ടിക കൊണ്ടുപോവാണ്. അതിൽ നിന്ന് ഒരെണ്ണം കീഴ്പോട്ട് ചാടിപ്പോയി. ബാക്കി എത്ര ഇഷ്ടികയുണ്ട്? ഇഷ്ടിക ചാടി, ഇഷ്ടിക വീണുപോയി. ഒരു ഫ്ലൈറ്റില് 500 ഇഷ്ടികയും കൊണ്ട് പോണു. അതിനകത്തുനിന്ന് ഒരു ഇഷ്ടിക വീണുപോയി. അപ്പൊ എത്ര ഉണ്ട്? പൊക്കത്തെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇഷ്ടിക വീണു. ഫ്ലൈറ്റിന്ന് ഇഷ്ടിക. ഇത്ര കറങ്ങിയൊന്നും ചിന്തിക്കണ്ട, അത് അതിന്റെ ഉത്തരം അങ്ങോട്ട് പറയേ. പറഞ്ഞു 499. ഇത് മനസ്സിൽ വെച്ചേക്കണേ. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോകട്ടോ. ഒരു ഫ്രിഡ്ജിനകത്ത് ഒരു ആനയെ എങ്ങനെ കയറ്റും? ഒരു ഫ്രിഡ്ജിനകത്ത് ആനയെ എങ്ങനെ കയറ്റും? ആന കയറ്റാൻ ആനയുടെ മാർക്കുള്ള എന്തെങ്കിലും ഫുഡ്. ആനയെ എങ്ങനെ കയറ്റാം? നിങ്ങളൊക്കെ സെയിം വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റി വയ്ക്കുക.
അത്രേ ഉള്ളൂ. ഫ്രിഡ്ജ് തുറക്കുക, ആനയെ കയറ്റി വെക്കുക, ഫ്രിഡ്ജ് അടയ്ക്കുക. അടയ്ക്കുക. അടുത്ത ചോദ്യം ചോദിച്ചോ, ഇനി അടിച്ചിട്ട് കഴിഞ്ഞിട്ട്. നീ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം, കുറച്ച് ക്ഷീണം. അപ്പം സി, കൊലുസ് തിരിച്ചു കൊടുക്കാൻ ആണ് പൂട്ടി വെച്ചിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഇത് ഒരിത്.